ഓം ഗ്രീം ഗ്രൂം വരട്ടെ. പ്രേതത്തെ പോലെ ഭയങ്കര സുന്ദരിയാ. ഈ ഭൂതത്തെ കണ്ട് എല്ലാവരും പേടിക്കാൻ പോവാ. എന്തിന്? നിങ്ങൾ കണ്ണാടി നോക്കിയാ നിങ്ങൾ തന്നെ പേടിച്ച് വിറച്ചു പോവും. കോഫി ദേ നോക്ക്. എനിക്ക് കോഫി തന്നതോടൊപ്പം എന്റെ അനിയന്റെ മോള് ഫോറിനിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്കും കൊണ്ടുപോയി കൊടുക്ക. ശരി മാഡം. എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. കൊച്ചമ്മേ, ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ മാഡം, 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 മുകളിലോട്ടൊന്ന് വരൂ. എടി, എന്തു പറ്റി നിനക്ക്? എന്തിനെങ്ങനെ ഒച്ച വയ്ക്കുന്നേ? മുകളില്, മുകളില്. എന്താ മുകളില്? മുകളില്. മുകളില് റൂമിലാ? അതെ മുത്തശ്ശി, മുറിയില്. ആ റൂമില് പ്രീതിയല്ലേ ഉള്ളത്? പ്രീതിയല്ല, അത് പിശാച. എന്റെ അനിയന്റെ മോളെ പിശാചെന്നോ? അല്ല മാഡം, അത് പിശാച് തന്നെയാ. എന്തൊക്കെയാ നീ വിളിച്ചു പറയുന്നേ? സത്യമായിട്ടുള്ളതാണോ? രാവിലെ എല്ലാരും കരഞ്ഞോണ്ടിരിക്കുന്നേ. എപ്പോഴും പഠിക്കുന്നു പറഞ്ഞാ പഠിക്കാൻ പറ്റൂല. പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഇവന്റെ കാര്യം സമയമില്ലാത്ത സമയത്ത് ബുക്കും തൂക്കി വന്നിരിക്കുന്നു. കവിനെ, മേളി പ്രേതമുണ്ട് മോനെ. അതെ, മുകളില് പ്രേതമുണ്ട്. നിങ്ങളുടെ മൂക്കിന് താഴെ വായുണ്ട്. ഫ്രിഡ്ജില് കായുണ്ട്. പഠിച്ചിട്ടിറങ്ങാൻ 2 പായുണ്ട്. പോയി ജോലി നോക്കണോ? ഞാൻ പ്രേതം എവിടെ ഉള്ളതെന്ന് നോക്കട്ടെ. കവിൻ, പോവല്ലേ? എന്തു പറ്റി? എന്തൊരു ശബ്ദം ഇവിടെ? പ്രീതിയുടെ റൂമില് പ്രേതമുണ്ട് വിക്രം. പ്രീതിയുടെ മുറിയിലെ പ്രേതോ? എന്താ മുത്തച്ഛി കൊച്ചുകുട്ടികളെ പോലെ? എന്തിനാ ഇത്ര നേരത്തെ വിളിക്കുന്നത്? പ്രീതി, താഴോട്ട് ഇറങ്ങി വാ. ഇപ്പൊ വരൂ അവള്. നോക്ക്. അയ്യോ, എത്ര കൂടായിട്ടാ പ്രേതം ഇറങ്ങി വരുന്നത്. പ്രേതോ? ആരെ ഈ പറയുന്നേ? എന്നെയാണോ? ഞാനെന്താ അത്ര മോശമാണോ? ഞാൻ അത്യാവശ്യം സുന്ദരിയാണല്ലോ. ഇപ്പോഴും എന്റെ പുറകെ ഒരുപാട് പേര് കറങ്ങുന്നുണ്ട്. ഇതിനേക്കാ ബെറ്റർ പ്രേതം തന്നെയാ. എന്താ എല്ലാരും എന്നെ മേടിച്ചു നോക്കുന്നത്? അവരാണെങ്കിൽ പ്രേതം പിശാചെന്നൊക്കെ പറയുന്നു. പ്രീതി, എന്താ ഇതൊക്കെ? എന്താണെന്നോ? പ്രീതി, നിന്റെ മുഖം നീ തന്നെ നോക്ക്.
രാവിലെ സുപ്രഭാതം വെക്കേണ്ട വീടാ, എന്നിട്ട് കിടന്ന് ഒച്ച വെക്കുക. എന്താ ഇത് പ്രീതി, മുഖത്ത് എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നേ? എനിക്ക് എന്താണെന്ന് അറിയില്ല. എന്റെ മുഖത്തിന് ഇത് എങ്ങനെ പറ്റിയത്? ആരെന്റെ മുഖത്ത് ഇങ്ങനെ വരച്ചത്? ആര്? ചിലപ്പോ ഇനി കവിനായിരിക്കും. എന്നെ കണ്ടുപിടിക്കോ? എന്താ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത്? ഞാനാ ചെയ്തെന്ന് അറിഞ്ഞു ഇനി. എന്താ എല്ലാവരും എന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത്? അങ്ങനെ നോക്കാൻ പാടില്ല. നിങ്ങൾ നോക്കുന്നത് കാണുമ്പോ ഈ ആന്റി വന്നപ്പോ പുലിവേഷം കിട്ടി എന്നെ പേടിപ്പിച്ചതിന് തിരിച്ചു പകരം വീട്ടാൻ വേണ്ടി ആന്റിയുടെ മുഖത്ത് ഞാൻ വരച്ച പോലെ തോന്നുമല്ലോ. അപ്പോ അതാണ് സത്യം. എന്ത്? കവിൻ മോനെ, അത് നീ തന്നെ സമ്മതിച്ചല്ലോ മോനെ. ഇത് ശരിയല്ല മുത്തശ്ശി, എന്നെ വെറുതെ കുറ്റപ്പെടുത്താതെ. ആ, നീയാണെന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞു. കവിൻ, നീയാണോ ഇങ്ങനെ ചെയ്തത്? നിന്നോടാ ചോദിച്ചത്, നീയാണോ ഇത് ചെയ്തതെന്ന്. ചമ്മ, അത് പിന്നെ ചോദിച്ചത് കേട്ടില്ലേ? സത്യം പറ, എന്തിനെങ്ങനെ ചെയ്തത്? അത് പിന്നെ മുത്തശ്ശി, അതിന്റെ ഡ്രോയിങ് നോട്ടില് വൈറ്റ് പേപ്പർ തീർന്നുപോയി. ആന്റിയുടെ ഫേസ് നല്ല വൈറ്റ് അല്ലേ, വരക്കാൻ നല്ല മിനുസാണ്. അതുകൊണ്ടാ ഡ്രോയിങ് വരച്ചത്. എല്ലാവർക്കും ഇഷ്ടമെന്നാ തോന്നുന്നത്. ഈ കാരണം കൊണ്ട് സ്കൂൾ ലീവാക്കിയാലോ? ഗുണ്ടുമണി, ഞാൻ ഇന്നലെ നിന്നെ പേടിപ്പിച്ചതിന് എന്റെ മുഖം എനിക്ക് പോലും കാണാൻ കൊള്ളാതാക്കിയില്ലേ നീ? നിക്ക്, നീ ഞാനിപ്പോ എന്താ ചെയ്യുന്നേന്ന് കണ്ടോ? കൊച്ചു പയ്യനല്ല, അവൻ അറിയാതെ ചെയ്തതാണ്. അതെ അതെ. ശരി ശരി, ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം. കവിൻ, നിനക്ക് സ്കൂളിൽ പോകാൻ സമയമില്ലേ? നീ പോയി റെഡിയാവ്. അയ്യോ, ഇന്ന് സ്കൂൾ കട്ടടിക്കാന്ന് വിചാരിച്ചതാ. കൃത്യസമയത്തല്ലേ എന്നെ കാണിച്ചു കൊടുത്തത്. അതെ അതെ. കവിൻ, സ്കൂളിൽ പോകാൻ സമയമായി, വേഗം കുളിച്ചിട്ട് വാ. ഈ വേഗം പോയി അച്ഛൻ റെഡിയാവും. പണിയൊന്നുമില്ല. എപ്പോ നോക്കിയാലും സ്കൂളിൽ പോ എന്ന് പറഞ്ഞോണ്ടിരിക്കും.